ഇത് സൂപ്പറാണ് കേട്ടോ. നമ്മൾ മനസ്സ് വിചാരിച്ചാൽ നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റും അതുപോലെ തന്നെ അടിച്ചു വരുന്ന കരിയിലൊന്നും നമുക്ക് തലവേദനയില്ല. നമുക്കിത് ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി കമ്പോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ കമ്പോസ്റ്റിൽ അഴുകിയിട്ടുള്ള മണം വരാതിരിക്കാൻ വേണ്ടിയിട്ടൊരു സൂപ്പർ ഐഡിയ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ജലാംശമൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള ഐഡിയകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത് പടവലങ്ങ ഉണ്ടാക്കണേണ്. അപ്പോൾ അത് വളഞ്ഞു പോണേനാണ് കേട്ടോ ഒരു കല്ല് തൂക്കിയിട്ടിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ ഞാൻ ടെറസിലേക്ക് വന്നിട്ടുണ്ട്. ഒരു 6 മണി 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നലത്തെ സവാളയുടെ തൊലി, മുട്ടത്തോട്, പഴത്തൊലി, ചായപ്പിണ്ടി, അതുപോലെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ്, നോമ്പ് തുറ സമയത്തെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഒരുപാടുണ്ട്. ഒരു മുറം നിറയുണ്ട്. അപ്പോൾ അതും പിന്നെ കുറേ കരിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിന്ന് കമ്പോസ്റ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ എല്ലാവരും ഡൗട്ട് ഉണ്ടായിരുന്നു, ഒന്നും കൂടി കരിയില കമ്പോസ്റ്റ് കാണിക്കുമോ എന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിലുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു നല്ലൊരു ചാക്ക് ഇട്ടാൽ, ഇതുപോലെ കീറിയ ചാക്കായാലും കുഴപ്പമില്ല, കമ്പോസ്റ്റ് ഉണ്ടാക്കാനല്ലേ. അപ്പോൾ അടിവശമൊന്നും കീറിയിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ചാക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് അടിച്ചു വാരി കൊടുന്ന കരിയില ഉണ്ട്. അപ്പോൾ ഞാൻ ഗ്രോ ബാഗ് നിറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അടിച്ചു വാരി കൊടുക്കുന്നത്. അപ്പോൾ വേസ്റ്റ് കുറച്ച് കൂടുതലുള്ള കാരണം അത് കമ്പോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ കരിയില കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് മാക്സിമം കമ്പോസ്റ്റ് ആക്കി വെച്ചാൽ മഴക്കാലത്തേക്ക് നമുക്കത് ഗുണം ചെയ്യുമല്ലോ. പിന്നെ മഴക്കാലത്തിൽ നമ്മൾ ഈ ലിക്വിഡ് പോലെയുള്ളതൊന്നും പിന്നെ ഫെർട്ടിലൈസറൊന്നും നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കില്ല. ഇതുപോലത്തെ കമ്പോസ്റ്റാണ് കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ അത് കാരണം നമുക്ക് മഴക്കാലത്തേക്കും പറ്റും. അപ്പോൾ ഞാൻ ആ ചാക്കിലേക്ക് ആദ്യം തന്നെ കരിയിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കരിയില കൂടുതൽ ഉപയോഗിക്കുക, പിന്നെ ഈ പച്ചക്കറി വേസ്റ്റും ഉപയോഗിക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു പിടി മണ്ണ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പ്രക്രിയ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കരിയില ആദ്യം ഒരു സെക്ഷൻ ഇട്ട് കൊടുത്തു, പിന്നെ അതിൻ്റെ മേളിലേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ടാണ്. പിന്നെ ഞാൻ വീണ്ടും കരിയില ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ എന്ത് ഇടുന്നോ അതിൻ്റെ കുറച്ച് മേലായിട്ട് ഒരു പിടി മണ്ണ്, അധികമൊന്നും വേണ്ട, ഒരു പിടി മണ്ണ് ഇട്ടാൽ അതിട്ട് കൊടുക്കുക. നോർമൽ മണ്ണ് മതി, നമ്മൾ വളമാക്കി വെച്ച മണ്ണിന് ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. നോർമൽ ഏത് മണ്ണായാലും ഒരു പിടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അടിച്ചു വാരി കിട്ടുന്ന ആ പൊടി മണ്ണായാലും അത് ഇട്ട് കൊടുത്താൽ മതിയിട്ടാ. നമുക്ക് പേരിന് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ പിന്നെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കടലാസാണ് കേട്ടോ. കടലാസ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കാർഡ്ബോർഡ് പോലത്തെ കടലാസുകൾ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ വെള്ള കടലാസ് ഇട്ട് കൊടുക്കാം, ന്യൂസ് പേപ്പർ ആയാലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മാഗസീൻ പോലെയുള്ള പേപ്പേഴ്സ് ഇട്ട് കൊടുക്കാതിരിക്കുക, അതിൽ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അത് കാരണം അങ്ങനത്തെ ഇടണ്ട. നമുക്ക് വേണ്ടത് കാർബണാണ്, കാർബണിൻ്റെ പ്രക്രിയ നടക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ കടലാസ് ഇട്ട് കൊടുക്കണം. കീറി ഇട്ട് കൊടുക്കാം, ഇങ്ങനെ ചുരുട്ടി ഇട്ട് കൊടുത്താലും മതിയിട്ടാ. അപ്പോൾ അതിൻ്റെ മേലെ വീണ്ടും പിന്നെ കരിയില ഇട്ട് കൊടുക്കാനിട്ട്. അപ്പോൾ എന്തിനാണ് ഈ കടലാസ് ഇട്ട് കൊടുക്കുന്നത്? ഈർപ്പം നിയന്ത്രിക്കാനും വായുസഞ്ചാരം കൂട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ കടലാസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ഇടാൻ പോകുന്നത് ഈ അടുക്കളയിലത്തെ ഈ വേസ്റ്റ്, മുട്ടത്തോടും പിന്നെ അതുപോലെ പിന്നെ ചായപ്പിണ്ടി, പിന്നെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ്, പഴത്തൊലി, ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പഴത്തൊലിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ കമ്പോസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞതാണ്, തൊലി പിഴിഞ്ഞതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറുനാരങ്ങയുടെ അപ്പോൾ അതുകൂടി നമ്മൾ ഇതിൽ കമ്പോസ്റ്റിൽ ചേർക്കുന്നുണ്ട്. ചെറുനാരങ്ങ അധികം ചേർക്കരുത്, ഒരെണ്ണം ചേർക്കാം ഇങ്ങനെ കഷ്ണാക്കിയിട്ട്. അതും നീരൊന്നുമില്ല, പക്ഷെ അത് ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ കമ്പോസ്റ്റിന് ഗുണമുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കടലാസ് ചേർക്കുമ്പോൾ നമ്മുടെ ഈ പച്ചക്കറിയിലുള്ള വെള്ളം വരുമല്ലോ, ഇത് അഴുകും തോറും വരുന്ന വെള്ളമൊക്കെ ഈ കടലാസ് വലിച്ചെടുക്കും. അതുപോലെ തന്നെ നന്നായി വായുസഞ്ചാരം ഉണ്ടാക്കുക. അപ്പോൾ ഈ വായുസഞ്ചാരം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ബാക്ടീരിയകൾ വേഗത്തിൽ പ്രവർത്തിക്കുകയും കമ്പോസ്റ്റ് വേഗം റെഡിയാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് എൻ്റെ വേസ്റ്റും ഇട്ട് കഴിഞ്ഞു. ഇനി എൻ്റെ കയ്യിൽ പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ കടയിൽ നിന്ന് സ്ഥിരമായിട്ട് കൊണ്ടുവരാറുള്ള പച്ചക്കറിയുടെ വേസ്റ്റ്. അപ്പോൾ അതും നമുക്ക് എപ്പോഴും കിട്ടും. അപ്പോൾ ആ ഒരു വേസ്റ്റും ഉണ്ട്. പിന്നെ ഞാനിതിൻ്റെ മേലേക്ക് ഒരു പിടി മണ്ണ് കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ എന്തിനാണ് ചെറുനാരങ്ങ ഇടുന്നത് എന്നുള്ളതിൻ്റെ ഗുണം നോക്കാം. നാരങ്ങാത്തൊലി ചേർക്കുമ്പോൾ കീടങ്ങളെ അകറ്റാനും അതുപോലെ തന്നെ നല്ല ഗന്ധം നൽകാനും പോഷകങ്ങൾ നൽകാനും ഒക്കെ ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നാരങ്ങാത്തൊലി അധികം ഇടരുത്, ഒരെണ്ണം ചേർക്കാം.
നമ്മൾ മണ്ണിര കമ്പോസ്റ്റാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നാരങ്ങാത്തൊലി ചേർക്കരുത് കേട്ടോ. ഇത് കരിയില കമ്പോസ്റ്റാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നാരങ്ങാത്തൊലി ചേർക്കുന്നതുകൊണ്ട് ഗുണമാണ് കേട്ടോ. അമിതമാവരുത്, ഒരെണ്ണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ പച്ചക്കറി കഴുകിയിട്ട് വരുന്ന ആ ബാഡ് സ്മെല്ലുണ്ടല്ലോ, അത് ഒഴിവായി കിട്ടും. നമ്മുടെ കമ്പോസ്റ്റിന് നല്ല മണമായിരിക്കും കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ കമ്പോസ്റ്റ് പെട്ടെന്ന് നമ്മുടെ ഈ കരിയില ഈ കെട്ടിവെക്കുന്ന സംഭവം പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഈ നാരങ്ങ സഹായിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ എല്ലാ ദിവസത്തെയും വേസ്റ്റ് ഇതിലിങ്ങനെ ഈ ചാക്ക് നിറയുന്നത് വരെ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. കരിയില ഇട്ട് കൊടുക്കുക, ഒരു പിടി മണ്ണ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് എന്ത് വേസ്റ്റാണോ ഉള്ളത്, പച്ചക്കറി വേസ്റ്റാണോ ഫ്രൂട്ട്സ് വേസ്റ്റാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെയും കരിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതൽ കരിയില ആയിരിക്കണം. അതുപോലെ കടലാസും അധികം ആവരുത് കേട്ടോ. കടലാസും പിന്നെ ഒരു പേരിന് മാത്രം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കൂടുതലും കടലാസ് ഇടരുത്. കരിയിലയാണ് ഇതിൽ കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടത്. പച്ചക്കറിയും കൂടുതലാവണ്ട. പച്ചക്കറി കമ്പോസ്റ്റ് നമ്മൾ വേറെ ഉണ്ടാക്കുന്നുണ്ട്, പച്ചക്കറി മാത്രം ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒരു കുടൽ വെച്ചിട്ട് ഞാൻ പച്ചക്കറിയുടെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ വഴുതനങ്ങയുടെ കലത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അത് വിത്തിനിടാൻ പറ്റിയതാണ്. ഇപ്പോൾ ഇതിലിട്ടാലും കുഴപ്പമില്ല. നമുക്ക് എപ്പോഴെങ്കിലും ഇത് കമ്പോസ്റ്റ് നമ്മൾ ചെടികൾക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഈ വിത്ത് മുളച്ചിട്ട് നമുക്ക് വഴുതനങ്ങ തൈ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ ഇട്ട് കൊടുത്താലും നമുക്ക് ആ വിത്ത് ഇനി എപ്പോഴെങ്കിലും മുളച്ച് വരും. അപ്പോൾ നല്ല വിത്താണെങ്കിൽ മുളച്ച് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് കരിയിലയാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടതും. കടലാസ് പേരിന് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനിയും എൻ്റെ കയ്യിൽ ഒരു ചാക്ക് നിറയെ വേറെ വേസ്റ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടിച്ചു വാരി എടുക്കുന്ന കരിയിലയും അതുപോലെ കടലാസും പൊടികളൊക്കെ കൂടിയിട്ട് ഒരു ചാക്കിൽ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഇതുപോലത്തെ ചുള്ളിക്കമ്പുകളും നമ്മളിതിൽ ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. അത് പരമാവധി ദ്രവിച്ച് കിട്ടും. ഒരു കറക്റ്റ് ടൈമിൻ്റെ ഉള്ളിൽ നമ്മളിത് എടുക്കുകയാണെങ്കിൽ നമുക്കിത് പരമാവധി ദ്രവിച്ചിട്ടുണ്ടാകും. ഇതിൻ്റെ റിസൾട്ട് ഞാനിതിൻ്റെ ലാസ്റ്റിൽ ഇടുന്നുണ്ട്. ഇതുപോലെ ഓരോ പിടി മണ്ണ് ഓരോ ലെയറിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ കടലാസും ഇടക്ക് ഓരോ ഷീറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് കൂടുതൽ ഇട്ട് കൊടുക്കരുത്. ഇപ്പോൾ ഇതിൽ ഞാൻ ഇത്രയും അധികം വേസ്റ്റ് ഒരു ചാക്ക് ഒരുമിച്ച് നിറക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ 2 ലെയറായിട്ട് ഇട്ട് കൊടുത്ത് ഇനി നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ എടുത്ത് വെച്ച ഒരു ചാക്കോ പിന്നെ വേസ്റ്റ് വേറെ ഇരിക്കുന്നുണ്ട്. അതും കൂടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കമ്പോസ്റ്റ് ഒന്നും ആകാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നില്ല, അടിച്ചു കൂട്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്പോസ്റ്റ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? രാസവളങ്ങളെ അപേക്ഷിച്ചിട്ട് മണ്ണിൻ്റെ ആരോഗ്യം ദീർഘകാലം നിലനിർത്താൻ കമ്പോസ്റ്റ് സഹായിക്കും കേട്ടോ. ഈ കമ്പോസ്റ്റ് മണ്ണിൽ ചേർക്കുന്നത് വഴി വായുസഞ്ചാരം ഉള്ളതാവാനും അത് ചെടികളുടെ വേരുകൾ ആഴ്ന്നിറങ്ങി വളരാനും സഹായിക്കും. കളിമണ്ണാണെങ്കിൽ അത് ഇളകാമെങ്കിൽ മണൽമണ്ണാണെങ്കിൽ ജലാംശം നിലനിർത്താനും കമ്പോസ്റ്റ് സഹായിക്കും കേട്ടോ. മികച്ച ജൈവവളമാണ്. ചെടികൾക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയ്ക്ക് പുറമെ സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയ സൂക്ഷ്മമൂലകങ്ങളും കമ്പോസ്റ്റിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ചെടികൾക്ക് പതുക്കെയും ദീർഘകാലത്തെയും പോഷകങ്ങൾ നൽകൂട്ട. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ കമ്പോസ്റ്റിൻ്റെ ഗുണങ്ങൾ. മാത്രമല്ല ഈർപ്പം നിലനിർത്തുന്നു. കമ്പോസ്റ്റ് ചേർത്ത മണ്ണിന് വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവ് കൂടുതലായിരിക്കും. വേനൽക്കാലത്ത് ചെടികൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകാതിരിക്കാൻ ഇത് സഹായിക്കും. നനയ്ക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മണ്ണിന് ഗുണകരമായ ബാക്ടീരിയകൾ, ഫംഗസുകൾ, മണ്ണിരകൾ എന്നിവയ്ക്ക് വളരാൻ ആവശ്യമായ ഭക്ഷണം കമ്പോസ്റ്റ് നൽകുന്നു. ഇവ മണ്ണിനെ സ്വാഭാവികമായിട്ട് ഫലഭൂയിഷ്ഠമാക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചാക്കിലെ വേസ്റ്റൊക്കെ ഇതിലേക്ക് തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ ദിവസം ടെറസ് അടിച്ച് വാരുമ്പോൾ, ഓരോ ദിവസം അടിച്ചു വരില്ല, ആഴ്ചയിലൊക്കെ അടിച്ചു വരുള്ളൂ. അപ്പോൾ അങ്ങനെ കൂട്ടി വെക്കുമ്പോൾ ഉള്ള വേസ്റ്റ് ഞാൻ ചാക്കിലേക്ക് നിറച്ച് വെക്കൂട്ടോ. പ്ലാസ്റ്റിക് നമ്മൾ അതിൽ നിന്ന് മാറ്റണം. ഒട്ടും പ്ലാസ്റ്റിക് പെടാതെയാണ് മാക്സിമം പ്ലാസ്റ്റിക് പെടാതെയാണ് ഞാൻ ഇട്ട് വെക്കുന്നത്. പിന്നെ ഇങ്ങനെ ചെറിയ നൂല് പോലെയുള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ, കയർ പോലെയുള്ളത് കെട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതൊക്കെ ഞാൻ എൻ്റെ കണ്ണിൽ പെടുന്നതൊക്കെ എടുത്ത് കളയുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കണ്ണിൽ എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അതും നോക്കട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് പിന്നെ ഒഴിക്കാൻ പോകുന്നത് ഇതിലേക്ക് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാനാണ്. അപ്പോൾ ഇത് മസ്റ്റാണ്, ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കൽ. എങ്കിൽ മാത്രമേ കേട്ടോ നമ്മുടെ കമ്പോസ്റ്റ് കറക്റ്റ് ടൈമിൽ വേഗത്തിൽ കമ്പോസ്റ്റായിട്ട് കിട്ടുള്ളൂ. ഈ കരിയിലൊക്കെ നമ്മൾ കുത്തി നിറച്ച് ചാക്കിൽ കെട്ടി വെച്ചിട്ട് കാര്യമില്ല, അത് കമ്പോസ്റ്റായിട്ട് കിട്ടണ്ടേ. അതിന് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ പുളിച്ച ചാണകം പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഞാൻ ചാണകം ഒഴിച്ചു കൊടുക്കണില്ല, എനിക്ക് കഞ്ഞിവെള്ളമാണ് ബെസ്റ്റ്. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ കഞ്ഞിവെള്ളം നേർപ്പിച്ചത് ഇരുന്നിരുന്ന് അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് നേർപ്പിക്കണമെന്നൊന്നുമില്ല കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ. പിന്നെ ഇതുപോലെ ഞാൻ നന്നായിട്ട് അത് ടൈറ്റ് ചെയ്തിട്ട് കെട്ടിയിട്ട് പിന്നെ ഇതുപോലെ ഈ ചാക്കിന് ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഓരോ സൈഡിൽ ഇതുപോലെ ഒരു കമ്പി വെച്ചിട്ട് കുത്തിയിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇത് നമ്മുടെ ചാക്കിലേക്ക് നല്ല വായുസഞ്ചാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് വെയിലത്ത് വെച്ചാലും തണലത്ത് വെച്ചാലൊന്നും കുഴപ്പമില്ല. ആഴ്ചയിൽ ഒരിക്കൽ ഈ ചാക്ക് തുറന്നിട്ട് അതിൽ വീണ്ടും കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് അപ്പുറം ഇപ്പുറവും മറിച്ചിടുക കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല കമ്പോസ്റ്റ് റെഡിയാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ 6 മാസത്തിന് മേലെടുക്കും കേട്ടോ കമ്പോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് ഇത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു കെട്ടി വെച്ച ഒരു ചാക്ക് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ആ ചാക്കിൽ ഏകദേശം കമ്പോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 2 മാസമൊന്നും ആയിട്ടില്ല കേട്ടോ, 1.5 മാസം തൊട്ട് ആയിട്ടുള്ളൂ. ആ ചാക്ക് ഞാൻ കെട്ടി വെച്ചിട്ട്. അപ്പോൾ അതിലെ കരിയില ഒന്നും അധികം ദ്രവിച്ച് വന്നിട്ടില്ല. അതാണ് കേട്ടോ ആ ചാക്ക് ദ്രവിച്ചു തുടങ്ങി. കരിയിലൊന്നും കമ്പോസ്റ്റിൻ്റെ രൂപത്തിൽ കായ് വന്നിട്ടില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് വീണ്ടും കെട്ടി വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാക്കുകൾ അരിച്ചാക്കാണ്. അപ്പോൾ അത് പെട്ടെന്ന് ദ്രവിച്ചു കൂട്ടാം. നമ്മുടെ സിമൻറ്റ് ചാക്ക് പോലെയല്ല, ഇങ്ങനത്തെ അരിച്ചാക്ക് പോലുള്ളത് പെട്ടെന്ന് ദ്രവിച്ചു പോകും, അതിൻ്റെ പൊടിയിലേക്ക് വീണണ്ട. അപ്പോൾ ഇതാ അതേപോലെ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴേ ഇത് നമ്മുടെ ചെടികൾക്കൊക്കെ ഉപയോഗിക്കാം. എന്നാലും ഞാൻ കുറച്ചും കൂടിലും കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് വീണ്ടും കെട്ടി വെക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ കമ്പൊക്കെ പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അധികം ദ്രവിച്ച് വന്നിട്ടില്ല. ഇനി കരിയിലകളൊക്കെ ഒന്നും കൂടി സെറ്റാവാണ്ട്. അപ്പോൾ ഇതിൽ ഫ്രൂട്ട്സിൻ്റെയും ഇതിൻ്റെ പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ഒരു ചാക്ക് നിറച്ച് വെച്ചതാണ്. അപ്പോൾ ചുരുങ്ങിയിട്ട് നമ്മുടെ ഈ ഒരു പരുവത്തിൽ കായ് കിട്ടും. ഇനി നന്നായിട്ട് പൊടിഞ്ഞൊരു കമ്പോസ്റ്റും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റിൽ. അപ്പോൾ ഞാൻ ഇതിലേക്ക് പിന്നെ കുറച്ചും കൂടി കഞ്ഞിവെള്ളം ഒഴിക്കുകയാണ്. ഈ അഴുകൽ പ്രക്രിയ വേഗത്തിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ കഞ്ഞിവെള്ളം ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്ടീരിയകൾ പെട്ടെന്ന് വിഘടിച്ചിട്ട് നമ്മുടെ ഈ അഴുകൽ പ്രക്രിയ പെട്ടെന്നാവാൻ വേണ്ടി. അതുപോലെ തന്നെ കമ്പോസ്റ്റ് അഴുകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചൂട് ഉൽപ്പാദിക്കപ്പെടും. അപ്പോൾ ആ ചൂട് അമിതമാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈർപ്പം വേണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ആഴ്ചയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒഴിച്ചെടുക്കുന്ന കഞ്ഞിവെള്ളം ഇതുപോലെ ഒലിച്ച് പോകണം, ഇതിൽ കെട്ടിക്കെടുക്കരുത് കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ ചാക്ക് യൂസ് ചെയ്യുന്നത്. വല്ല ബോട്ടിലോ അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ ആണെങ്കിൽ അതിന് ഹോൾസ് ഇട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ആ വെള്ളം കൂടുതലുള്ള വെള്ളം ഒലിച്ച് പോകും. പാകത്തിനുള്ള കഞ്ഞിവെള്ളം ആ ഇലകൾ അവിടെ പിടിച്ച് വെച്ചിട്ട് നമ്മുടെ ഈ പ്രക്രിയ പെട്ടെന്നാക്കും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ട് വളരുന്ന ചെടികൾക്ക് കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള ശേഷി കൂടുതലായിരിക്കും കേട്ടോ. രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അമിത വളർച്ചയും തുടർന്നുണ്ടാകുന്ന കീടബാധയും ഇതിൽ കുറവായിരിക്കും. കളയിലെയും പറമ്പിലെയും മാലിന്യങ്ങൾ പുറത്ത് കളയാതെ വീട്ടിൽ തന്നെ നമുക്കിത് നല്ല ബെസ്റ്റ് വളമാക്കി മാറ്റാം. ചിലവ് കുറഞ്ഞിട്ട് കടയിൽ നിന്നും വില കൂടിയ വളങ്ങൾ വാങ്ങുന്നതിന് നമുക്ക് ഇത് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. വീട്ടിലെ പച്ചക്കറി കൃഷിക്ക് കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ വിഷാംശമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പം ഞാനുണ്ടാക്കിയ കമ്പോസ്റ്റിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഈ കാണിക്കുന്നത്. ഒരിക്കൽ ഞാനിത് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ അതിൻ്റെ അടിയിൽ കരിയിലൊക്കെ അങ്ങനെ സെറ്റായിട്ട് വരുന്നുള്ളൂ. എന്നാലും ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ആ കരിയില മാറ്റി കൊടുത്താലേ നമുക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി മണ്ണ് പോലെ തോന്നിക്കുന്ന കമ്പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും വേഗം വീട്ടിലെ വേസ്റ്റ് കൊണ്ട് അതുപോലെ ഈ കരിയിലൊക്കെ വെച്ചുകൊണ്ട് നല്ല അടിപൊളി കമ്പോസ്റ്റ് ഉണ്ടാക്കുക. നമ്മുടെ പച്ചക്കറികൾക്ക് ഇട്ട് കൊടുക്കുക. രാസവളങ്ങളൊന്നും ഉപയോഗിക്കേണ്ട, ഇതുപോലെ ജൈവവളം നമ്മുടെ വീട്ടിൽ തന്നെ സീറോ കോസ്റ്റായിട്ട് നമുക്ക് നല്ല ജൈവവളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ലൈക്കും ഹൈപ്പൊക്കെ അടിക്കുക. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക.